Good afternoon, sir. Good afternoon, sir. Good afternoon. Sir, net problem. ഇവിടെ നെറ്റ് പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ പോയിട്ട് പോന്നതാ. അതുകൊണ്ട് നമുക്കുള്ള സമയം കളയാതെ തുടങ്ങാം. പേജ് നമ്പർ എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? Delight started. Page number 87. Page number 87. Let us go to the second paragraph. The first paragraph has been completed and now we go to the second paragraph. We see Dal delight. Dal delight. Okay, so second one. The man in silk entered, looked around the small shop and said in bold tones, I hear you are the famous cook, Muhammad Father. I like tasting new dishes. What's your specialty? Dal, said Sadiq's father and went on frying the kebabs. Dal, said Sadiq's father and went on frying the kebabs. Okay, once again, the man in silk entered, silk means silk dress, entered, looked around the small shop and said in bored tones. What is boring, you know? Sometimes when we are not feeling interested, we feel bored, we say, yes or no? Boring, it is boring. Whatever it is, some classes maybe, or whatever it is, whatever we are doing, sometimes we may feel some bored. That is what is called here bored. Where are you bored? But either B-O-R-E, another one B-O-A-R. What is that B-O-A-R? B-O-A-R, do you know what is that? Katuvanni. Very good. Katuvanni. Wild pig. Ready. Next one. The man in silk entered, looked around the small shop and said in bold tones, I hear you are the famous cook, Muhammad Father. നിങ്ങളാണ് ഇവിടുത്തെ ഫേമസ് കുക്ക് മുഹമ്മദ് ഫാദർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ലൈക്ക് ടേസ്റ്റിംഗ് ന്യൂ ഡിഷസ്. വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റി? എന്താണ് സ്പെഷ്യാലിറ്റി? സ്പെഷ്യൽ ഐറ്റം എന്താണ്? ദാൽ, said Sadiq's father and went on frying the kebab. അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ദാൽ ആണ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞിട്ട് went on frying the kebab. അല്ലാതെ എന്താ പറയുന്നത്, ഭയങ്കര മര്യാദ കാണിക്കാനൊന്നും പോയില്ല. ദാൽ, the Nawab looked surprised. Only ദാൽ, പരിപ്പോ? പരിപ്പ് മാത്രമാണോ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി? I can make biryani and mutton curry and all the usual things. But you asked me what I cook the best. Father replied calmly. But dal, that doesn't sound very exciting. My friends praised your cooking so much. I expected something better. നമ്മുടെ മുഹമ്മദ് ഫാദർ എന്താ പറഞ്ഞ നേരം? I can make biryani and mutton curry and all the usual things. മട്ടൻ കറിയും എല്ലാം യൂഷ്വൽ തിങ്സ് എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. മട്ടൻ കറി, ബിരിയാണി എല്ലാം അറിയാം. ബട്ട് വാട്ട് ഐ കുക്ക് ദ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതല്ല എന്നല്ലേ താങ്കൾ ചോദിച്ചത്. അതുകൊണ്ട് ദാൽ. ദാൽ എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്നാണ് നമ്മുടെ നവാബ് പറയുന്നത്. ഓക്കെ, മൈ ഫ്രണ്ട്സ് പ്രൈസ് യുവർ കുക്കിംഗ് സോ മച്ച്, ഐ എക്സ്പെക്ടഡ് സംതിങ് ബെറ്റർ. എന്റെ ഫ്രണ്ട്സ് എല്ലാം നിങ്ങളെ കൂടുതലായിട്ട് എന്ത് ചെയ്തു, പ്രൈസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ ഐ എക്സ്പെക്ടഡ് സംതിങ് മോർ, ഞാൻ അതിൽ കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു.
but you haven't tasted the dal I make. എന്തൊക്കെയോ കൂടുതൽ ആയിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു. പക്ഷേ നമ്മുടെ മുഹമ്മദ് ഖാദിർ പറയുകയാണ്, ബട്ട് യു ഹാവിന്റ് ടേസ്റ്റഡ് ദ ഡാൾ ഐ മേക്ക്. ദാൾ കറി വീട്ടിൽ വെച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ സ്വന്തമായിട്ട് പരിപ്പ് കറി വെച്ചിട്ടുണ്ടോ? കൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടിയിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ആരെങ്കിലും സ്വന്തമായിട്ട് ദാൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? നോ, ആരുമില്ല. ഹലീമയുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ആരും തന്നെ ഇല്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. വെരി സിമ്പിൾ ഇതാണ്. ഇപ്പൊ ഇതില് പറയുന്നത് എന്താ? ദാള് എന്തെങ്കിലും മാത്രം പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഫാദർ പറഞ്ഞത് ഇതാണ്, നിങ്ങള് എന്റെ ദാള് കറി ടേസ്റ്റ് ചെയ്തിട്ടില്ല, ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുക. ഫൈൻ, ഐ വിൽ ടേസ്റ്റ് ഇറ്റ്. വാട്ട് കൈൻഡ് ഓഫ് ദാൾ ഡു യു മേക്ക്? എന്ത് ദാളാണ് ഉണ്ടാക്കുന്നത്? മുറാദ്. Get me some. Let's see what is the special about it. അങ്ങനെയാണ് കുറച്ച് കൊണ്ടുപോകാം. എന്താ സ്പെഷ്യൽ നോക്കാമല്ലോ. I haven't got it now. ഇപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. I haven't got it now. What? The Nawab was looking angry now. Sadiq realized worriedly. സാദിഖിന് ചെറിയ പേടിയായി. അവൻ നവാബല്ലേ വന്നിരിക്കുന്നത്. ഇപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. I only make my sahi dal rad on order. Order കിട്ടുമ്പോ മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അത്. Father said, it makes me a day to make it with secret spices. കുറച്ച് സ്പെഷ്യൽ സ്പൈസസ് ഉണ്ട്, സുഗന്ധ വ്യഞ്ജന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒറ്റ ദിവസം മുഴുവൻ വേണം അത് ഉണ്ടാക്കാൻ. അല്ലാതെ വെറുതെ ഇപ്പം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കത്തില്ല. അത് സാധാരണ ഡാൽ കറി. എന്റെ ഡാൽ കറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ ആൻഡ് സോ ഇറ്റ് നീഡ്സ് സം മോർ ടൈം. ഇഫ് യു ആർ ഓണർ സോ വിഷസ്, ഐ വിൽ കുക്ക് ഇറ്റ് ഫോർ ടുമോറോസ് ലഞ്ച്. നാളത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. All right, Nawab Hasan Ali gave in. I live nearby. You can bring it to my house. ഞാൻ തൊട്ടടുത്ത വീട്ടിലാണുള്ളത് താമസിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നേരെ. I am sorry, sir, but that is not possible, said Sadiq Said. His father lost a lot of customers by being so difficult. ഇങ്ങനെ സോ ഡിഫിക്കൽട്ട് ആയിട്ട് പെരുമാറുന്നത് കൊണ്ട് കുറെ കസ്റ്റമേഴ്സിന്, നമുക്കറിയാം നിങ്ങൾ ഒരു ഷോപ്പിൽ ചെന്നു, ഡ്രസ്സ് മേടിക്കാൻ ഒരു ഷോപ്പിൽ ചെന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ട് എന്താ പറയുക സാധാരണ? സാർ എന്താ സാർ വേണ്ടത്? ഭയങ്കര മര്യാദയോടെയാണ് അവർ സംസാരിക്കുക. നിങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ കടയിൽ കയറി, അവരും ഭയങ്കര മര്യാദയോടെ ചോദിക്കുന്നു, എന്താ വേണ്ടേ, എന്താണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും അല്ലെ. അപ്പോൾ മര്യാദയാണ് വേണ്ടത്. അപ്പൊ ആ മര്യാദ ഉള്ളത് കൊണ്ട് മര്യാദയോട് കൂടി ചോദിച്ചു. ഇവിടെ നമ്മുടെ മുഹമ്മദ് ഖാദിർ, അതായത് സാദിഖിന്റെ ഫാദർ, അത്ര മര്യാദയൊന്നുമില്ല. കാരണം വേണേൽ കഴിച്ചാൽ മതി എന്നുള്ള അങ്ങനത്തെ ഒരു ടെൻഡൻസി, ഒരു മെന്റാലിറ്റി നേടി. അങ്ങനെ ഭയങ്കരമായിട്ട് റൂഡായിട്ട് പറയുന്നതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് പല കസ്റ്റമേഴ്സിനെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നവാബിനോടാ പറഞ്ഞിരിക്കുന്നത്, വീട്ടിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, വേണേൽ ഇവിടെ വന്ന് കഴിച്ചോ. അത് കേട്ടപ്പോ സാദിഖിന് വേറെ പറഞ്ഞു. We go to the next page. Turn the page. Nawab Hasan Ali had never met such a rude cook. Yet he was amused. What is the problem now? ഇതുപോലത്തെ ഒരു റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കുക്കിനെ ഇന്ന് വരെ നവാബ് കണ്ടിട്ടില്ല. എന്നാലും പോട്ടെ, എന്താണ് സാധാരണ വാട്ട്സ് ദ പ്രോബ്ലം എന്ന് ചോദിച്ചു.
So, to enjoy my dal, you will have to come to my shop to taste it. എന്റെ ദാല് കറി ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം, ഇവിടെ വന്ന് കഴിക്കണം. It spoils if it is taken off the fire. തീയിൽ നിന്ന് അത് എടുത്താൽ അതിന്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് തീയിൽ നിന്ന് എടുക്കാൻ പാടില്ല, എടുക്കുന്നത് സെർവ് ചെയ്യണം, ചൂടോടെ സെർവ് ചെയ്യണം. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. And your honor, once I call, you will have to come immediately. ഞാൻ വിളിച്ചാൽ ഉടനെ വരണം. Really? What if I am late? ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? I will throw the dal away or feed it to the poor. Qadir said as he slid some kebabs into the hot oil which began to hiss. And the hiss, what is hissing? Hiss, hiss, H-I-S-S. Snake. എന്താ ചെയ്യുക? എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഹിസ് എന്ന് പറയും ഒരു പരിധി വരെ. ഓക്കെ, ഹിസിങ്. ഇവിടെ ശരിക്കും എണ്ണയിലേക്ക് പപ്പടമാണെങ്കിലോ അല്ലെങ്കിൽ ചിക്കൻ കോഴിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുളകൊക്കെ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇടുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഒരൊച്ചയേക്കാം. അതാണ് ഇവിടുത്തെ ഹിസ്. ഓക്കെ, അപ്പൊ നല്ല സ്മെല്ല് വരും. ആ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കാരണം ഒരു പരിധി വരെ നമ്മൾ ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് അതിന്റെ സ്മെല്ല് കൊണ്ട് കൂടിയാണ്, ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല, അതിന്റെ സ്മെല്ലും. നല്ല സ്മെല്ലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ താമസിച്ചാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നവാബ് ചോദിച്ചു. അന്നേരം നമ്മുടെ ഫാദർ പറയാണ്, ഐ വിൽ ത്രോ ദ ഡാൾ അവേ ടു ഫീഡ് ഇറ്റ് ടു ദ പുവർ. പാവപ്പെട്ട പിള്ളേർക്ക് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ ത്രോ ഔട്ട്സൈഡ്, വെറുതെ വലിച്ചെറിഞ്ഞു കളയും എന്നാണ് ഹലീമ അവിടുന്ന് പറയുന്നത്. ആണോ? ഹലീമ പറഞ്ഞതാണോ ഫാദർ പറഞ്ഞതാണോ? ഫാദറാണ് പറഞ്ഞത്. പക്ഷെ ഹലീമ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചതാ. കണ്ടിന്യൂ. സോ നവാബ് ഹസൻ അലി shook his head. He had never seen a cook like Father. Well, he thought, let us taste his dal first. Maybe it will be worth the trouble. എന്തായാലും ഓക്കെ, അദ്ദേഹം പറഞ്ഞതല്ലേ, എന്തായാലും നമുക്കതൊന്ന് കഴിച്ചേക്കാം. ഇതുപോലത്തെ കുക്കിനെ കണ്ടിട്ടില്ല ഏതായാലും ഇത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്. എന്തായാലും വേറെ വഴിയൊന്നും ഇല്ലല്ലോ, എന്തായാലും ഒന്ന് കഴിച്ചേക്കാം. Call me tomorrow when you are ready, he said and left the shop. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പോയി. എങ്ങനെ പറഞ്ഞു പോയി? Call me tomorrow whenever your dal is ready. ദാൽ റെഡി ആകുമ്പോഴേ വിളിച്ചോ, ഞാൻ വരാം എന്ന് പറഞ്ഞു. Sadiq sighed with a relief that the Nawab had not lost his temper and gone away. നവാബ് ഒന്നും പറയാതെ ചൂടാകാതെ പോയത് കൊണ്ട് നമ്മുടെ സാദിഖ് ഒരു നിശ്വാസം, ദീർഘനിശ്വാസം എന്നൊക്കെ നമ്മൾ പറയല്ലേ, സൈഡ്. സൈൻഡ് അല്ല, അത് വേറെ, ഇത് സൈഡ്. സൈൻഡ് ആൻഡ് സൈഡ് ആർ ഡിഫറെന്റ്. ഓക്കെ, ഈ സൈഡ് രക്ഷപ്പെട്ടു, ഏതായാലും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എന്ത്? Gone away. He knew that Nawabs often gave handsome rewards to cooks if they liked the dish, and his father had nearly spoiled everything. നവാബിനൊക്കെ കൂടുതലായിട്ട് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടാൽ അവർ ശരിക്കും എന്ത് ചെയ്യും? അവര് നല്ല സമ്മാനമൊക്കെ കൊടുക്കും, റിവാർഡ്. ഓക്കെ, സമ്മാനം, പ്രതിഫലമൊക്കെ കൊടുക്കും. ഇത് മിക്കവാറും ഇവിടെ നമ്മുടെ ഫാദർ അവൻ ചിന്തിക്കുക, എന്റെ ഫാദർ മിക്കവാറും ഇതെല്ലാം നശിപ്പിച്ചായിരുന്നു, കഷ്ടി രക്ഷപ്പെട്ടു. Nearly spoiled everything. It was lucky the Nawab had been in good mood and agreed to everything Father said. എന്തായാലും ഫാദർ പറഞ്ഞത് മുഴുവൻ എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട്, സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും നമ്മുടെ നവാബ് നല്ല മൂഡിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ ചിലപ്പോൾ നല്ലതുപോലെ ചൂടാകും, എന്തും സംഭവിക്കാം. ഓക്കെ,
Next one. In the evening, Sadiq went with his father to the market to buy the ingredients for the Sahi Dal Urad. Only the best would do, of course. All of it had to be fresh and perfect. Sadiq heard in the market that Nawab Hasan Ali had rewarded many cooks in the past. He hoped nothing would go wrong the next day. You never knew with his father. എന്തായാലും in the evening, Sadiq went with his father to the market to buy the ingredients. And the ingredients, ഇനങ്ങൾ ഇനങ്ങള് ചേരുവകള്. നിങ്ങളിപ്പോലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും നമ്മുടെ എന്താ ലേസ് പാക്കറ്റില് ലേസ് ഉണ്ട്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന സാധാരണ കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പൊ അതിന്റെ എല്ലാം എന്ത് നമ്മൾ മേടിച്ചാലും മിക്കവാറും അതിന്റെ പുറത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിന്റെ ചേരുവകള്. അത് നമ്മളൊന്ന് വായിച്ചു നോക്കണം. വെറുതെ ഒരു സാധനം കിട്ടിയിട്ട് നമ്മൾ അത് മുഴുവൻ വെറുതെ കഴിച്ചാൽ മാത്രം പോലെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റും. ഇവിടെ ഇൻഗ്രീഡിയൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ സഹി ദാൽ ഉറാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഫാദറും സാദിഖും കൂടെ പോയി. ഇൻ ദ ഈവനിങ് to the market to buy the ingredients for Sahi Dal Urad. Only the best would do, of course. ഏറ്റവും നല്ലതാണ്, വില കുറഞ്ഞതല്ല, വില കൂടിയത്, എത്ര വിലയുള്ള പ്രശ്നം ക്വാളിറ്റിയാണ്. ഏറ്റവും നല്ലതാണ് സെലക്ട് ചെയ്യുന്നത്. All of it had to be fresh and perfect. എല്ലാം ഫ്രഷ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. 2-3 ദിവസം ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുവാണെങ്കിൽ 2-3 ദിവസം പഴയതല്ല, fresh and neat. Sadiq heard in the market that Nawab Hasan Ali had rewarded many cooks in the past. പല കുക്കുകൾക്കും നല്ലതുപോലെ പ്രതിഫലം കൊടുത്തിട്ടുണ്ട് നവാബ് എന്ന്, ഹസൻ അലി നവാബ് എന്ന് സാദിഖ് കേട്ടു. He hoped nothing would go wrong the next day. അടുത്ത ദിവസം ഒന്നും സംഭവിക്കരുതേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. You never knew with his father. എന്താ കാരണം? ഫാദറിനെ നല്ലപോലെ അറിയാം. ഫാദർ ആരെയും മൈൻഡ് ചെയ്യില്ല, ഇഷ്ടപ്പെട്ടില്ല അന്നേരെ വിളിച്ചു പറയും. അതുകൊണ്ട് പലർക്കും അത് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. Sadiq was at work early next morning helping his father. അവൻ അവന്റെ ഫാദറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങി. Cleaning the dal, making ghee, grinding turmeric, peeling and chopping onions and ginger. ഇതിലേതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ക്ലീനിങ് ദ ഡാൽ അതൊരു പക്ഷെ ചെയ്ത് കാണിയല്ല. പരിപ്പൊക്കെ കഴുകി എടുക്കണം, അത് ചെയ്തിട്ടുണ്ടാകില്ല. മേക്കിംഗ് ഗീ അതും ഉണ്ടാകില്ല. ഗ്രൈൻഡിങ് ടർമറിക് മഞ്ഞള് അരയ്ക്കുക അല്ലെ പൊടിക്കുക. ഒരു പക്ഷേ വേറെ പീലിംഗ് ആൻഡ് ചോപ്പിംഗ് ഒനിയൻസ് അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? സവോള പൊളിക്കാൻ, അല്ലെങ്കിൽ അത് പീലിംഗ് അതിന് പൊളിക്കുക, പിന്നെ അത് അരിയുക. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ നല്ല സവോളയാണെങ്കിൽ എന്ത് ചെയ്യും? കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകും, ഇല്ലേ? ഇപ്പോഴത്തെ സവോള എന്ന് പറയുമ്പോൾ അങ്ങനെ വരുന്നില്ലെന്നാ പറയുന്നത് മിക്കതും. കാരണം അത് കൂടെ എന്തെങ്കിലും ട്യൂബാണ്. അല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള ശരിക്കുള്ള സവോളയ്ക്ക് അങ്ങനെ നല്ലപോലെ കണ്ണുനീറും. ഏതായാലും അതെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുക അവൻ. Then he watched father cook the dal. അങ്ങനെ അവൻ ഇങ്ങനെ അവന്റെ ഫാദർ ഈ ദാളുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. The smell was mouth watering. എന്താ മൗത്ത് വാട്ടറിങ്? ഇപ്പൊ ആരെങ്കിലും ചോറുണ്ടിട്ടുണ്ടോ? ഭക്ഷണം കഴിച്ചാരെങ്കിലും, ലഞ്ച് കഴിച്ചാരെങ്കിലും ഉണ്ടോ? അതോ കഴിക്കാനുള്ളതാണ്? ഇല്ല, മിക്കവരും കുറച്ച് പേര് കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, ഏതായാലും നിങ്ങൾക്കിപ്പോ സാമാന്യം ഇപ്പൊ ചോറുണ്ണാത്തവരാണെങ്കിൽ, ഇപ്പൊ ഭക്ഷണം കഴിക്കാത്തവരാണെങ്കിൽ നല്ലതുപോലെ വിശക്കുന്നുണ്ടാവും സാമാന്യം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയുടെയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നോ എവിടുന്നേലും. എന്ത് വരും? നല്ല വായിലൂടെ അറിയാതെ വെള്ളം ഇങ്ങനെ വന്നു. അതാണ് മൗത്ത് വാട്ടറിങ്. ഓക്കെ, ഏതാ? കേട്ടില്ല? സലൈവ. അത് തന്നെ, സലൈവ ഇങ്ങനെ ഒഴുകും. എന്താ കാരണം?
നമ്മൾ അറിഞ്ഞോണ്ട് എന്നാ വാഴ കലൈവ കുറച്ച് പോലെ എന്ന് നമ്മൾ പറഞ്ഞിട്ട് വരുന്നതാണോ, അതോ തന്നെ വരുന്നതാണോ? തന്നെ വരുന്നതാണ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ആണ് അല്ലെ. അപ്പോൾ ശരിക്കും വിശപ്പ് കൂടും. സോ അതാണ് മൗത്ത് വാട്ടറിങ്. ഇവിടെ അതിന്റെ സ്മെല്ല് ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ സാദിക്കിന് the smell was mouth watering. It was mouth watering for the boy. With the dal, father made a light cucumber raita, mint, chutney and a dish of cauliflower and potatoes. വെറും നമ്മൾ കേൾക്കുമ്പോൾ എന്താ, വെറും ഡാള് കറി, വെറും പരിപ്പ് കറി. പരിപ്പ് കറി മാത്രമല്ല, അതിന്റെ കൂടെ ഇതിന്റെ സൈഡ് ഡിഷസ് ഉണ്ട് വേറെ. നോക്കിയേ, വിത്ത് ദ ഡാൾ ഫാദർ മെയ്ഡ് എ ലൈറ്റ് കുക്കുംബർ റൈത്ത, കുക്കുംബർ കൊണ്ട് വെള്ളരിക്ക കൊണ്ടുള്ള ഒരു ചെറിയൊരു റൈത്ത, മിന്റ് ചട്നി, മിന്റ് കൊണ്ട് ചട്നി ഉണ്ടാക്കി, ആൻഡ് എ ഡിഷ് ഓഫ് കോളിഫ്ലവർ ആൻഡ് പൊട്ടാറ്റോ, കോളിഫ്ലവറും പൊട്ടാറ്റോയും കൂടെ കൂടിയുള്ള ഒരു ഡിഷ് വേറെ. Once the Nawab sat down to eat, he would serve freshly baked hot tandoori rotis. Tandoori rotis അറിയാലോ, തന്തൂരി റൊട്ടി ഒരു ചുട്ടെടുക്കുന്നതാണ്. തന്തൂരി rotis, and for dessert there were bowls of firmi. അവിടെ ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും ഈ പറയുന്ന ഭക്ഷണം കഴിക്കുന്നതിന് ചില ചില രീതികളുണ്ട്. നിങ്ങളിപ്പോ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ കേരളത്തിലല്ല, കേരളത്തിൽ സാധാരണ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാറില്ല, കിട്ടുന്ന എന്തും കഴിക്കും ഒരുപോലെ. പക്ഷേ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ ആയിരുന്നപ്പോൾ ആ സമയത്ത് അവരുടെ ഓരോ ഭക്ഷണ ശൈലിയുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വലിയ സാധാരണ ഭക്ഷണമല്ല, അല്ലാതെ ഒരു നമ്മളിപ്പോ സദ്യക്കൊക്കെ പോവുകയാണെങ്കിൽ 4 or 5 റൗണ്ട് ചോറ് തരും. നമ്മൾ ഇവിടെ വിളമ്പുന്ന പോലെ ആദ്യമേ കൊണ്ട് കുറെ ചോറും കിട്ടുമല്ല, ആദ്യം കുറച്ച് അത് ഒരു എന്താ പറയുന്ന തോരൻ കൂട്ടി കഴിക്കാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചോറിടും, അത് തീർന്നു കഴിയുമ്പോൾ കുറച്ച് ചോറിടും, അത് സാമ്പാർ കൂട്ടി. പിന്നെ കുറച്ച് ചോറിടും, അത് രസം കൂട്ടി. പിന്നെ കുറച്ചിടും, തൈര് കൂട്ടി, തൈരും പഴം എല്ലാം കൂടെ കൂട്ടി ലാസ്റ്റ്. അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് അവര് കഴിക്കുന്നത്. നമ്മളെങ്ങനെയാ സാധാരണ കേരളത്തിൽ എങ്ങനെയാ, എല്ലാം കൂടെ ഒരുമിച്ച് പോരട്ടെ, എല്ലാം കൂടെ ഒറ്റ മിക്സും തീർന്നു, ഫിനിഷ് അല്ലെ. അപ്പൊ അത് ഓരോരോ രീതികളുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. വൺസ് ദ നവാബ് സാറ്റ് ഡൗൺ ടു ഈറ്റ്, നവാബ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിയുമ്പോൾ he would serve freshly baked hot tandoori rotis. ആദ്യം hot tandoori rotis കൊടുക്കും. പിന്നെ and for dessert എന്താണ്, what is dessert? മരുഭൂമി. ഗുഡ്, മരുഭൂമി. എന്നാ പിന്നെ ബാക്കി കഴിക്കാൻ വേണ്ടി തന്തൂരി റൊട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാനാണ്. ഇവിടുത്തെ ഭക്ഷണം കഴിഞ്ഞും നമ്മുടെ നവാബെ ഇനി നമുക്ക് മരുഭൂമിയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് അല്ല. പക്ഷെ ഇവിടെ ജസ്റ്റിസ് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താണ്, ഡെസേർട്ട് ഈസ് മരുഭൂമി. വാസ്റ്റ് ഏരിയ വിത്ത് സാൻഡ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡെസേർട്ട്. പക്ഷെ അതിന്റെ സ്പെല്ലിംഗ് ചെറിയ വ്യത്യാസമുണ്ട്. DESERT, ഒരു എസ് ഉള്ളൂ, ഇവിടെ 2 S ഇല്ലേ. ഓക്കെ, ഇത് ഡെസേർട്ട്. നമ്മുടെ ഡെസേർട്ട് സ്പൂൺ എന്നൊക്കെ പറയും. അത് എന്നാണ് ചെറിയ ഈ പറയുന്ന സ്വീറ്റ്സ് ഇല്ലേ, മധുരമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡെസേർട്ട്. ഓക്കെ, നൗ dessert there were bowls of firmi. Sadiq had sneaked a quick taste of the dal when his father was in the cooking. Father cook ചെയ്യുന്നില്ലാതിരുന്ന സമയത്ത്, ഫാദർ അങ്ങോട്ട് മാറിയിരുന്ന സമയത്ത് അവർ മെല്ലെ പോയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ആരും കാണാതെ. ഇറ്റ് ടേസ്റ്റഡ് ഹെവൻലി. അതിന്റെ ടേസ്റ്റ് എങ്ങനെയാ? ഹെവൻലി, സ്വർഗീയമാണ്. അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അവന് തോന്നിയത്. ഇറ്റ് വാസ് ദോസ് സീക്രട്ട് സ്പൈസസ് ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ആ സീക്രട്ട് സ്പൈസസ് ഉണ്ട്, അത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. എങ്ങനെയാണ്, ഏത് അളവിലാണ് അത് ഇടുന്നത്, കറക്കി ചേർക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത്, അതാണ് ഇത് മുഴുവൻ വ്യത്യാസം വരുത്തിയത്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്, അത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല അദ്ദേഹം. The time was right.
The dal in the pot bubbled softly on the stove. Stove ഇങ്ങനെ bubble ചെയ്യുക, കുമിളകൾ വന്നുകൊണ്ടിരിക്കുക. Okay, everything is ready. The dough was ready to be slapped into rotis. Roti എല്ലാം ready ആക്കി വെച്ചിരിക്കുന്നു. The raita cooling in a earthen bowl. ഒരു earthen ബൗളിൽ, ഒരു മൺപാത്രത്തിൽ ബൗളിൽ ഇങ്ങനെ നമ്മുടെ റൈത്തയും എല്ലാം റെഡി ആയിട്ടിരിക്കുക. Father turned to his son and said, "Go call the Nawab son. I am ready to serve." Ready ആയിട്ടുണ്ട്, നവാബിനെ വിളിച്ചോ എന്ന് ആര് പറഞ്ഞു? Who said this? Muhammad's father said to his son. What is the name of the son? What is the name of the son? Sadiq. Sadiq. Good. That's Sadiq. Sadiq ran all the way to the Nawab's house. At the door, he panted to the servant. Panted. കുറെ ഓടി കഴിയുമ്പോൾ നമ്മൾ കഥയ്ക്കും. അതാണ് എന്ത് panting. അപ്പൊ panted and said to the servant, "I have come to call the Nawab's sir to lunch. The dal is ready." The dal is ready. ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ വന്നതാണ്. Yes, Nawab Sahab told me of that. Go up to the roof. He is flying kites there. ടെറസിലേക്ക് പോക്കോ, റൂഫിലേക്ക് പോക്കോ. അവിടെ അദ്ദേഹം കൈറ്റ് പറപ്പിക്കുകയാണ്. എന്താ കൈറ്റ്? പട്ടം പറത്തിയിട്ടുണ്ട്. നിങ്ങൾ അതെ, ആരെങ്കിലും പട്ടം പറത്തിയിട്ടുണ്ടോ? ഇല്ല. പട്ടം പറത്തിയിട്ടുണ്ടോ? പറത്തിയിട്ടുണ്ടാവും, പറന്നു കാണിയല്ല അല്ലെ? ഒരു പരിധി അങ്ങ് മുകളിൽ പോയിട്ടുണ്ടോ? ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ, ഏതായാലും സാധാരണ ഈ പട്ടം പറത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്സവമാണ് ശരിക്കും. പുറം സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ഭയങ്കര, നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഈ മരങ്ങളും എല്ലാം കൂടെ കൂടുതലായിട്ടുള്ളത് കൊണ്ടും ഹില്ലി ഏരിയകൾ ആയതുകൊണ്ടുമാണ്. ലെവലായിട്ടുള്ള ഏരിയകൾ തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടകയുടെ ചില ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പട്ടം പറത്തൽ എന്നുള്ള ഒരു രസമാണ്. വൈകുന്നേരം എപ്പോ നോക്കിയാലും കുറെ പട്ടങ്ങൾ ഉണ്ടാവും ആകാശത്ത് ഇങ്ങനെ കാണാം. അപ്പോൾ അവർക്ക് അതൊരു ഉത്സവമായിട്ട് അവര് ആരംഭിക്കുന്നേ. അതെ, അതൊരു നമ്മൾ ഈ പറയുന്ന ഒരു ഉത്സവമാണ്. ജനുവരി മാസമാണ് കൂടുതലായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ട്, അതൊരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആ സീസണിലാണ് കൂടുതലായിട്ട് ഉള്ളത്. എപ്പം നോക്കിയാലും പിള്ളേരെല്ലാം ഈ പട്ടമായിട്ട് പോകുന്നതാണ്. അവർക്ക് അതിൽ ഇത് ഓടി നടന്ന് പറത്താൻ സ്ഥലമുണ്ട്. പറത്തിന്റെ മുകളിലാണ് ഒരു ട്രിക്ക് ഉണ്ട്. ഒന്നൊരു ട്രിക്ക് ഉണ്ട്, രണ്ടതിങ്ങനെ പറത്താനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അവർക്ക്. നമുക്കിവിടെ അതില്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് വേറെ ഉണ്ട്. ഓക്കെ, ഏതാണേലും he was flying the kites there. അവിടെ കൈറ്റ് പറപ്പിക്കുകയാണ്. ആര്? നവാബ് ഫ്രണ്ട്സിന്റെ കൂടെ പട്ടം പറത്തി കളിക്കാൻ പറ്റിയ പ്രായം അല്ലെ? കളിക്കുന്നതിന് പ്രായമുണ്ടോ? ഇല്ല. കാരണം ഇഷ്ടംപോലെ കാശുണ്ട്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാ സർവൻസ് ചെയ്തോളും. അങ്ങനെയുള്ളപ്പം പിന്നെ കളിക്കാമല്ലോ. ഓക്കെ, ഏതാണേലും ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ഇനി തുടരാനുള്ള സമയമില്ല. There is no time left, and so you may read the lesson up to there. അവിടം വരെ ആ ലെസൺ ഒന്ന് ശരിക്കും വായിക്കണം, maybe 2 times, and get a sign also in the next class. I will ask. ഇവിടെ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് പോലെ ഇത് ഈ ലെസണിന്റെ ലാസ്റ്റ് ഇവിടെ ഞാൻ ഇപ്പോൾ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അവിടെ ഡേറ്റ് ഇടുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? സൈൻ മേടിക്കണം പേരൻസിന്റെ. ഓക്കെ, ഹാവ് യു എനി ഡൗട്ട്സ്? നോ. ഓക്കെ, സോ എവരിബഡി ഈസ് റെഡി ടു ഈറ്റ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവർക്ക് കുഴപ്പമില്ല, ബാക്കി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും അല്ലെ? സോ യു ക്യാൻ ടേക്ക് റെസ്റ്റ് ആൻഡ് ഈറ്റ്. ഓക്കെ, ബൈ.